പയ്യന്നൂർ നഗരസഭയിൽ തുടർച്ചയായി 4 തവണയും കൗൺസിലറായി നസീമ ടീച്ചർ. 3 തവണ 32-ാം വാർഡിലും ഇത്തവണ 33-ാം വാർഡിലുമാണ് നസീമ ടീച്ചർ വിജയിച്ചിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയിൽ തുടർച്ചയായ 4-ാം തവണയും കൗൺസിലറാകുന്ന നസീമ ടീച്ചറാണ് ഇന്ന് നമ്മളെ കൂടെയുള്ളത്. കഴിഞ്ഞ 3 തവണയും 32-ാം വാർഡിലും ഇത്തവണ 33-ാം വാർഡിലുമാണ് നസീമ ടീച്ചർ വിജയിച്ചിരിക്കുന്നത്. തുടർച്ചയായി 4 തവണയും വിജയിച്ച് കൗൺസിലറായിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത് ഈ ഒരു മൊമെൻറ്റിൽ? ജനങ്ങൾ എന്നെ എത്രത്തോളം അവരെ നെഞ്ചിലേറ്റി എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് 4-ാം തവണ മത്സരിക്കുന്നത് എന്നുള്ളത്. തികച്ചും പ്രതീക്ഷിക്കാതെയാണ് 4-ാം തവണ ഞാൻ മത്സരിച്ചത്. പാർട്ടി എന്നോട് പറഞ്ഞു, പാർട്ടിയുടെ തീരുമാനം ഞാൻ ഉൾക്കൊണ്ടു. കഴിഞ്ഞ 3 തവണയും ചെയ്യാൻ പറ്റാതെ പോയ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തവണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന പുതിയൊരു വാർഡാണ്. അപ്പോൾ അവിടെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ആദ്യം ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നുണ്ട്. അതിന് 2-3 ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം നഗരസഭയിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നോ അതിനനുസരിച്ചിട്ട് അവിടെ നല്ല പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ കാഴ്ചവെക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ 3 ടേമും എൻ്റെ 32-ാം വാർഡിൽ ചെയ്ത വികസനത്തിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും തീർച്ചയായിട്ടും എൻ്റെ പാർട്ടി എന്നെ 33-ാം വാർഡിലേക്ക് നിർദ്ദേശിച്ചതെന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പം ജനങ്ങൾ എന്നെ നെഞ്ചിലേറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ല മികച്ച ഭൂരിപക്ഷം. 362 ഭൂരിപക്ഷത്തിനാണ് ഞാൻ അവിടെ ജയിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വിജയപ്രതീക്ഷ വളരെ കുറവായിരുന്നു എനിക്ക് ഉണ്ടായത്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിജയമാണ്. 15 വർഷമായി ഒരു കൗൺസിലറായിട്ട് ഇവിടെ ഉണ്ട്. എപ്പോഴാണ് ഈ ഒരു രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്? എനിക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ 25-ാമത്തെ വയസ്സിലാണ് കൗൺസിലറായിട്ട് ഈ 32-ാം വാർഡിൽ മത്സരിക്കുന്നത്. ഇപ്പം 41 വയസ്സായി. അപ്പോൾ ഞാൻ രാഷ്ട്രീയം തുടങ്ങിയത് തന്നെ എൻ്റെ 25-ാമത്തെ വയസ്സിലാണ്. അതുവരെ എനിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല. എന്തായാലും കഴിഞ്ഞ 15 വർഷങ്ങൾ ചെയ്ത വികസന മുന്നേറ്റങ്ങൾ വീണ്ടും ഇത്തവണയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.